നാലാമത്തെ ഘടകമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതാണ് താപനില. താപനില എങ്ങനെയാണ് നമ്മളെ രാസപ്രവർത്തന വേഗത്തെ ആശ്രയിക്കുന്നത് എന്ന കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഒരു റിയാക്ഷൻ പറയുന്നുണ്ട്. അമോണിയം ക്ലോറൈഡ് NH4Cl, സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH തമ്മിലുള്ള പ്രവർത്തനം നമുക്കൊന്ന് പരിശോധിക്കാം. ഇവ തമ്മിൽ പ്രവർത്തിച്ചാൽ ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണ് ലഭിക്കുന്നത്? നമുക്ക് നോക്കാം. NaNH4Cl അമോണിയം ക്ലോറൈഡും സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH കൂടെ പ്രവർത്തിച്ചാൽ എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് കിട്ടുന്നത്? നോക്ക്. NaCl, then H2O, മൂന്നാമത്തെ കിട്ടിയതാണ് അമോണിയ. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നോക്ക്. ഒരു ടെസ്റ്റ് ട്യൂബിൽ 2 ml അമോണിയം ക്ലോറൈഡ് ലായനി എടുക്കുക. ഒരു ടെസ്റ്റ് ട്യൂബില് 2 ml അമോണിയം ക്ലോറൈഡ് ലായനി എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിലേക്ക് മറ്റൊരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിരിക്കുന്ന 2 ml സോഡിയം ഹൈഡ്രോക്സൈഡ്, അതിലേക്ക് നമ്മളോട് എന്താ ആഡ് ചെയ്യാൻ പറഞ്ഞത്? 2 ml സോഡിയം ഹൈഡ്രോക്സൈഡ്. മറ്റൊരു ടെസ്റ്റ് ട്യൂബിൽ എടുത്ത സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. എന്തെങ്കിലും ഉൽപ്പന്നം ഉണ്ടായതായി നിരീക്ഷിച്ചോ? നമ്മളോട് എന്തെങ്കിലും ഉൽപ്പന്നം ഉണ്ടായതായി നിരീക്ഷിച്ചോ എന്നാണ് ചോദിക്കുന്നത്. ഈ കുട്ടി എന്താ ചെയ്യുന്നത് നോക്കിക്കേ. ചിത്രത്തിൽ കാണുന്നത് പോലെ ടെസ്റ്റ് ട്യൂബിന്റെ വായുഭാഗം നിന്ന് നമ്മുടെ മൂക്കിലേക്ക് വായു വരുന്ന തരത്തിൽ വീശി നോക്കുക. എന്തെങ്കിലും ഗന്ധം അനുഭവപ്പെടുന്നുണ്ടോ എന്നാ പറയുന്നത്. അതായത് ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക, അതിൽ 2 ml അമോണിയം ക്ലോറൈഡ് എടുക്കുക, അതിലേക്ക് 2 ml സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്തിട്ട് ടെസ്റ്റ് ട്യൂബിൽ നിന്ന് വരുന്ന വായു മൂക്കിന്റെ അടുത്തേക്ക് ആക്കി നോക്കാനാണ്. എന്തെങ്കിലും ഗന്ധം അനുഭവപ്പെടുന്നുണ്ടോ നോക്കാനാണ് പറയുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ചെറിയൊരു ഗന്ധം അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ രൂക്ഷമായ ഗന്ധമൊന്നുമില്ല, ചെറിയ രീതിയിലൊരു ഗന്ധം അനുഭവപ്പെടുന്നുണ്ട്. നോക്ക്. അടുത്ത ഒരു കാര്യമാണ്, ഒപ്പം ടെസ്റ്റ് ട്യൂബ് ചൂടാക്കിയ ശേഷം വീണ്ടും പരിശോധിക്കാനാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ ഞാൻ ആ ടെസ്റ്റ് ട്യൂബ് ഒന്ന് ചൂടാക്കി അതിനുശേഷം അതിൽ നിന്ന് വരുന്ന വായുവിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മണത്ത് നോക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ വായു നമ്മളെ മൂക്കിന്റെ അടുത്തേക്ക് ആക്കി നോക്കുന്ന സമയത്ത് നമുക്കൊരു രൂക്ഷമായ ഗന്ധം കിട്ടും. ആ ഗന്ധം എന്താണെന്ന് നോക്കാം. ചൂടാക്കിയപ്പോ അമോണിയയുടെ രൂക്ഷഗന്ധമാണ് ലഭിച്ചത്. ആദ്യം നമ്മൾ നോക്കിയപ്പോ ഒരു ചെറിയ ഗന്ധം ഉണ്ടായിരുന്നു, പക്ഷെ ഇത് ചൂടാക്കി കഴിഞ്ഞ സമയത്ത് രൂക്ഷഗന്ധമാണ് ലഭിച്ചത്. അതായത് പ്രവർത്തന വേഗം വർദ്ധിച്ചത് താപനിലയിൽ ഉണ്ടായ വർധനവ് മൂലമാണ്. അല്ലേ? നമ്മൾ ചൂടാക്കാതെ നോക്കിയപ്പോ ചെറിയൊരു സ്മെല്ല്, പക്ഷെ ചൂടാക്കി നോക്കിയപ്പോ രൂക്ഷഗന്ധം അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ താപനിലയെ ആശ്രയിച്ചല്ലേ? താപം കൊടുത്തപ്പോ ചൂടാക്കാൻ പറഞ്ഞ താപമല്ലേ? താപനില വർദ്ധിച്ചപ്പോ, അതായത് ഹീറ്റ് ചെയ്ത സമയത്ത് എന്താണ് ഗന്ധം കൂടുതൽ കിട്ടി. അതിന്റെ അർത്ഥം എന്താ? നമ്മള് താപനില കൊടുത്ത സമയത്ത് അവിടെ എന്താണ്? രാസപ്രവർത്തനത്തിന്റെ വേഗത എന്തായിട്ടുണ്ട്? രാസപ്രവർത്തനത്തിന്റെ വേഗത വർദ്ധിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ചൂടാക്കിയ സമയത്ത് രാസപ്രവർത്തന വേഗത വർദ്ധിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും നോക്കാം. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന അഭികാരങ്ങൾ ഉൽപ്പന്നമായി മാറണമെങ്കിൽ അഭികാര കണികകൾക്ക് ഒരു നിശ്ചിത ഗതികോർജം വേണം. അതായത് ഒരു രാസപ്രവർത്തനത്തില് പങ്കെടുക്കുന്ന അഭികാരങ്ങള് ഉൽപ്പന്നമായിട്ട് മാറണമെങ്കിൽ ഈ അഭികാരങ്ങൾക്ക് എന്ത് വേണം? ഒരു നിശ്ചിത അളവിലുള്ള ഗതികോർജം വേണം. അതായത് കൈനറ്റിക് എനർജി വേണം. അഭികാരങ്ങൾക്ക് ഒരു നിശ്ചിത അളവ് ഗതികോർജം ആവശ്യമാണ്. ഈ ഊർജത്തെ നമ്മൾ എന്താണ് പറയാന്നറിയോ? ത്രഷോൾഡ് എനർജി. അതെന്താന്ന് എന്തായാലും ചോദിക്കാം, ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. എന്താണ് ത്രഷോൾഡ് എനർജി എന്ന്? ത്രഷോൾഡ് എനർജി എന്നാണ് പറയുന്നത്. അഭികാരങ്ങളെ ചൂടാക്കുമ്പോൾ കണികകളുടെ ഗതികോർജം വർദ്ധിക്കുന്നു. നമുക്ക് നോക്കാം. ഒരു ത്രഷോൾഡ് എനർജി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ട ഒരു കാര്യമാണ്. അഭികാരങ്ങൾ ഉൽപ്പന്നമായി മാറണമെങ്കിൽ അഭികാരങ്ങൾക്ക് നിശ്ചിതമായ ഒരു ഗതികോർജം ആവശ്യമാണ്. അപ്പൊ ഉൽപ്പന്നമായി മാറാൻ ആവശ്യമായ ഗതികോർജം അതാണ് എന്ത്?
ത്രെഷോൾഡ് എനർജി. ഇത്രയും കാര്യം എഴുതിയാൽ മതി. അഭികാരങ്ങൾ ഉൽപ്പന്നമായി മാറണമെങ്കിൽ അഭികാര കണികകൾക്ക് ഒരു നിശ്ചിത അളവിൽ എന്ത് വേണം? നിശ്ചിത അളവിൽ ഗതികോർജം വേണം, കൈനറ്റിക് എനർജി വേണം. ഈ ഊർജത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത്. ഈ ഒരു അഭികാരം അതിന് ഉൽപ്പന്നമായി മാറണമെങ്കിൽ അതിനൊരു നിശ്ചിത അളവിൽ എന്ത് വേണം? ഗതികോർജം വേണം. ആ നിശ്ചിത അളവില്ലേ, അത്രയാണ് എന്തെന്ന് പറയാ, ആ അളവിനെ അല്ലെ ആ അളവ് എനർജി, ആ ഗതികോർജത്തിന്, അത്രയും അളവ് ഗതികോർജത്തിന് ആണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ത്രെഷോൾഡ് എനർജി. ഒരു അഭികാരത്തിന് ഉൽപ്പന്നമായി മാറണമെങ്കിൽ ഒരു നിശ്ചിത അളവിൽ എന്ത് വേണം? ഗതികോർജം വേണം. ഈ ഗതികോർജത്തെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയോ? പിന്നെ നമ്മൾ പറയുന്നത് അഭികാരങ്ങളെ ചൂടാക്കുമ്പോൾ ഗതികോർജം വർദ്ധിക്കുന്നു. അതിന് കാരണം എന്തായിരിക്കും? ചൂടാവുമ്പോൾ ഊർജം ലഭിക്കുന്നില്ലേ? അപ്പൊ അഭികാരങ്ങൾ ചൂടാവുന്ന സമയത്ത് അതിന്റെ എന്താണ്? ഗതികോർജം വർദ്ധിക്കുന്നുണ്ട്. ചൂടാകുമ്പോൾ അത് കൂടുതൽ സ്പീഡിൽ എന്താ മൂവ് ചെയ്യ കണികകൾ ഗതികോർജം വർദ്ധിക്കുന്ന, അതായത് അതിപ്പോ ചൂടാക്കുന്ന സമയത്ത് അതെന്താണ്? വല്ലാണ്ട് വൈബ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിങ്ങനെ അതിന് കൂടുതൽ ഗതികോർജം ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മതി. അതായത് നമ്മൾ ചൂടാക്കുന്ന സമയത്ത്, അതിന് ഊർജം കൊടുക്കുന്ന സമയത്ത് അതിന്റെ ഗതികോർജം എന്ന് പറയുന്നത് എന്താണ്? വർദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഗതികോർജം വർദ്ധിക്കുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കാം, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നില്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഊർജം വർദ്ധിക്കുമ്പോ ഓടിക്കളിക്കുന്നുള്ളത്. അപ്പൊ എന്താണ്? ഗതികോർജം വർദ്ധിക്കുമ്പോ അതിന് മൂവ്മെന്റ്സ് കൂടും. അത് മൂവ് ചെയ്യുന്ന സമയത്ത് കൂട്ടിമുട്ടൂലേ? നോക്ക്, അതായത് താപനില വർദ്ധിക്കുമ്പോൾ ത്രെഷോൾഡ് എനർജി കൈവരിക്കും. താപനില വർദ്ധിക്കുമ്പോൾ ത്രെഷോൾഡ് എനർജി കൈവരിച്ച കണികകളുടെ എണ്ണം കൂടും. താപനില വർദ്ധിക്കുമ്പോൾ ത്രെഷോൾഡ് എനർജി കൈവരിച്ച കണികകളുടെ എണ്ണം കൂടും. തൽഫലമായി ഫലവത്തായ കൂട്ടിമുട്ടലുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. അത് കാരണം എന്താണ്? ഫലവത്തായ കൂട്ടിമുട്ടലുകളുടെ എണ്ണം എന്താണ്? ഫലവത്തായ കൂട്ടിമുട്ടലുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട്. അപ്പൊ എന്താ? ഫലവത്തായ കൂട്ടിമുട്ടലുകളുടെ എണ്ണം വർദ്ധിച്ച എന്താവുന്നുണ്ട്? രാസപ്രവർത്തനത്തിന്റെ വേഗതയ്ക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? രാസപ്രവർത്തനത്തിന്റെ വേഗത വർദ്ധിക്കുന്നു. അങ്ങനെ സംഭവിച്ച എന്താണ്? രാസപ്രവർത്തനത്തിന്റെ വേഗതയും വർദ്ധിക്കുന്നുണ്ട്. രാസപ്രവർത്തനത്തിന്റെ വേഗത്തിലാവുന്നുണ്ട്. നോക്കാം. സോഡിയം തയോസൾഫേറ്റ് Na2H2O3 ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള രാസപ്രവർത്തന ക്രമം ചുവടെ നൽകിയിരിക്കുന്നു. പരീക്ഷണത്തിലൂടെ രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്ന ഘടകം ഏതെന്ന് തിരിച്ചറിയാം. നമ്മളോട് പറഞ്ഞത് സോഡിയം തയോസൾഫൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും റിയാക്ട് ചെയ്യുന്ന അല്ലെ ഇതിന്റെ രാസപ്രവർത്തനം താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ അതിനെ സ്വാധീനിക്കുന്ന ഘടകം ഏതാണെന്ന് കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കിയാലോ? നോക്കാം. ഒരു ബീക്കറിൽ സോഡിയം തയോസൾഫേറ്റ് സോഡിയം തയോസൾഫേറ്റിന്റെ നേർപ്പിച്ച ലായനി തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ലായനിയിൽ തുല്യ അളവിൽ രണ്ട് ടെസ്റ്റ് ട്യൂബുകളിൽ എടുക്കുക. നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ സോഡിയം തയോസൾഫേറ്റ് ഒരു ബീക്കറിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നേർപ്പിച്ച ലായനി തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ആ ലായനിയിൽ നിന്ന് 2 ടെസ്റ്റ് ട്യൂബുകളിലേക്ക് നമ്മളോട് എന്താണ് അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സോഡിയം തയോസൾഫേറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒരു ടെസ്റ്റ് ട്യൂബിനെ അല്പസമയം ചൂടാക്കുക. ഒരു ടെസ്റ്റ് ട്യൂബിനെ മാത്രം ചൂടാക്കാനാണ് പറയുന്നത്. പിന്നെ എന്നിട്ട് 2 ടെസ്റ്റ് ട്യൂബിൽ നമ്മളോട് പറയുന്നത് ഒരേ അളവിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളോട് പറഞ്ഞിട്ടുള്ള 2 ടെസ്റ്റ് ട്യൂബ് എടുത്തു കഴിഞ്ഞാൽ 2ൽ ഒരേ അളവില് എന്തെടുക്കുക?
സോഡിയം തയോസൾഫേറ്റ് എടുക്കാം. അത് ഒന്ന് ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം രണ്ടിലും ഒരേ അളവിൽ എന്ത് ആഡ് ചെയ്യുക? നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യാനാണ് പറയുന്നത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും എന്താക്കാനാ പറഞ്ഞിട്ടുള്ളത്? നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. നിങ്ങളുടെ നിരീക്ഷണം രേഖപ്പെടുത്തുക. നമ്മളോട് പറഞ്ഞത് നിരീക്ഷണം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എന്താ ഈ ഒരു റിയാക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നത്, നമ്മൾ ചൂടാക്കിയ ടെസ്റ്റ് ട്യൂബില് അവശിഷ്ടം നല്ല രീതിക്ക് രൂപപ്പെട്ടിട്ടുണ്ടാവും. കൂടുതൽ അവശിഷ്ടം രൂപപ്പെട്ടിട്ടുണ്ടാവും. നമ്മുടെ നിരീക്ഷണം എന്താണെന്ന് വെച്ചാല് വേഗത്തിൽ കൂടുതൽ ഒരേ ടൈം നോക്കിയാൽ ഒന്ന് കൂടുതൽ അളവിൽ അവശിഷ്ടം ഉണ്ടാവും. അതായത് വേഗത്തിൽ അവശിഷ്ടം. ഇതിപ്പോ ടെസ്റ്റ് ട്യൂബ് 1 ആണ്. ടെസ്റ്റ് ട്യൂബ് 1, ഇത് ടെസ്റ്റ് ട്യൂബ് 2. 1 ആണ് ഹീറ്റ് ചെയ്തത്. അപ്പൊ വേഗത്തിൽ അവശിഷ്ടം രൂപപ്പെടുന്നത് ഏതിലാ? ടെസ്റ്റ് ട്യൂബ് 1. ടെസ്റ്റ് ട്യൂബിൽ 1 രൂപപ്പെട്ടിട്ടുണ്ടാവും. നോക്കാം. ഏത് ടെസ്റ്റ് ട്യൂബിലാണ് വേഗത്തിൽ അവക്ഷിപ്തം രൂപപ്പെട്ടിട്ടുള്ളത്? ടെസ്റ്റ് ട്യൂബ് 1. ടെസ്റ്റ് ട്യൂബ് 1 ആണ്. ടെസ്റ്റ് ട്യൂബ് 1 രൂപപ്പെട്ടിട്ടുള്ളത്. നമ്മൾ നിരീക്ഷിച്ചത് എന്താ? ഒരു ടെസ്റ്റ് ട്യൂബിൽ അവശിഷ്ടം കൂടുതലായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒന്നിൽ ചെറിയ രീതിയിൽ മെല്ലെ മെല്ലെ വരുന്നേ ഉള്ളൂ, വളരെ കുറവാണ്. അപ്പൊ കൂടുതലുള്ളത് ടെസ്റ്റ് ട്യൂബ് 1. ഇവിടെ രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിച്ച ഘടകം ഏതാണ്? ഇവിടെ ഏതാ സ്വാധീനിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരേ ടെസ്റ്റ് ട്യൂബ്, ഒരേ അളവില് സോഡിയം തയോസൾഫേറ്റ്, ഒരേ അളവില് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആകെ വ്യത്യാസം എന്താ? ടെസ്റ്റ് ട്യൂബ് 1 നമ്മൾ ഹീറ്റ് ചെയ്തു, ചൂടാക്കി. ടെസ്റ്റ് ട്യൂബ് 2 നമ്മൾ എന്താ ചൂടാക്കിയിട്ടില്ല. അപ്പൊ ഇവിടെ ടെസ്റ്റ് ട്യൂബ് 1 എന്താണ് ചൂടാക്കിയ സമയത്ത് അതിലുള്ള തന്മാത്രകൾക്ക് ഊർജം ലഭിക്കുന്നില്ലേ? അപ്പം അവിടെ എന്താണ് നമ്മൾ പറഞ്ഞ ത്രെഷോൾഡ് എനർജി കൈവരിക്കുന്നുണ്ട്. ചൂടാക്കുന്ന സമയത്ത് കണികകൾ ത്രെഷോൾഡ് എനർജി കൈവരിക്കുന്നുണ്ട്. അത് കാരണം തന്നെ എന്താണ് ഫലവത്തായ കൂട്ടിമുട്ടലുകൾ വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് രാസപ്രവർത്തന വേഗവും വർദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിച്ച ഘടകം എന്താണ്? താപനില. രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിച്ച ഘടകം താപനിലയാണ്. ക്ലിയർ ആയോ? താപനില. അപ്പൊ താപനില വർദ്ധിക്കുമ്പോൾ എന്താ? രാസപ്രവർത്തന വേഗം വർദ്ധിക്കുന്നുണ്ട്. താപനില വർദ്ധിക്കുമ്പോൾ രാസപ്രവർത്തന വേഗവും വർദ്ധിക്കുന്നു. താപനില കുറയുമ്പോൾ രാസപ്രവർത്തന വേഗവും കുറയുന്നു. അടുത്ത് നോക്കാം. നമുക്ക് ചുറ്റും കാണുന്ന ചില പ്രവർത്തനങ്ങളിൽ താപനിലയുടെ സ്വാധീനം തിരിച്ചറിയാനാണ് പറയുന്നത്. നമ്മുടെ വീട്ടിൽ കാണുന്ന ചില പ്രവർത്തനങ്ങളാണ് കൊടുത്തിട്ടുള്ളത്, നമുക്ക് വളരെ പരിചയമുള്ളത്. ദോശയും ഇഡ്ഡലിയുടെ മാവും ഉണ്ടാക്കാനായി നമ്മൾ അരച്ചു വെക്കുന്ന മാവ് സാധാരണ താപനിലയിൽ വളരെ വേഗത്തിൽ പുളിച്ചു പൊങ്ങി വരുന്നത് കാണാനാകും. എന്നാൽ റെഫ്രിജറേറ്ററിൽ ആണ് മാവ് സൂക്ഷിക്കുന്നതെങ്കിൽ പൊങ്ങി വരുന്നത് സാവധാനത്തിലായിരിക്കും. നമ്മുടെ വീട്ടിലുള്ള ദോശ, ഇഡ്ഡലി ഇതിന്റെ ഒക്കെ മാവില്ലേ, നമ്മൾ അരച്ചു കഴിഞ്ഞാൽ അത് എവിടെയാ വെക്കാറ്? പുറത്തല്ലേ വെക്കാറ്, ഫ്രിഡ്ജിൽ വെക്കാറില്ലല്ലോ. അതെന്തുകൊണ്ടാ? നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പുറത്തെ താപനില ഫ്രിഡ്ജിലെ താപനിലയെ അപേക്ഷിച്ച് എന്താണ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിലെ രാസപ്രവർത്തനം വേഗം നടക്കും. അതുകൊണ്ട് അത് വേഗത്തിൽ പുളിച്ചു കിട്ടും. അതേ സ്ഥാനത്ത് നമ്മൾ റെഫ്രിജറേറ്ററിൽ വെക്കുകയാണെങ്കിൽ അവിടെ താപനില കുറവായിരിക്കും. ആ താപനില കുറവായതുകൊണ്ട് തന്നെ എന്താണ് രാസപ്രവർത്തന വേഗവും കുറവായിരിക്കും. അതുകൊണ്ടാണ് അത് സാവധാനത്തിൽ പൊങ്ങി വരുന്നത്. എന്നാൽ നമ്മളെ പുറത്ത് റൂം ടെമ്പറേച്ചറിൽ വെക്കുന്ന സമയത്ത് താപനില ഫ്രിഡ്ജിനെ അപേക്ഷിച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ രാസപ്രവർത്തന വേഗം കൂടുതലാണ്, പെട്ടെന്ന് പുളിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊങ്ങി വരികയും ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്തതാണ്. മിന്നാമിനുങ്ങിന്
കെമിലൂമിനസെൻസ് പ്രവാഹത്താൽ വെളിച്ചം പുറപ്പെടുവിക്കാൻ കഴിയും. നിങ്ങൾക്കറിയാം, ഇപ്രകാരം ചില രാസവസ്തുക്കൾ മിശ്രണം ചെയ്ത് ലൈറ്റ് സ്റ്റിക്കറുകൾക്ക് വെളിച്ചം പുറപ്പെടുവിക്കാൻ കഴിയും. അതായത് നമുക്കറിയാം, നമ്മുടെ മിന്നാമിനുങ്ങുകളൊക്കെ ഇല്ലേ, അതിന് സ്വയം ലൈറ്റ് പുറപ്പെടുവിക്കാൻ കഴിയില്ലേ? അതേപോലെ അതിനൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ അതുപോലെ നമ്മൾ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ലൈറ്റ് ഇപ്രകാരം രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ട് സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ്, അതായത് രാസമിശ്രണം ഉപയോഗിച്ചിട്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് സ്റ്റിക്കേഴ്സ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതിന് ലൈറ്റ് സ്റ്റിക്കേഴ്സ് എന്നാണ് പറയാ. അതിന് ലൈറ്റ് പുറപ്പെടുവിക്കാൻ കഴിയും. പക്ഷെ അതിന് ലൈറ്റ് പുറപ്പെടുവിപ്പിക്കാൻ കഴിയുന്നുണ്ടല്ലോ. അതിന് കാരണം എന്ന് വെച്ചാൽ അതിന് എന്ത് കിട്ടണം? ഉയർന്ന താപനില കിട്ടണം. അപ്പൊ ഉയർന്ന താപനില കൊടുക്കുന്ന സമയത്ത് രാസപ്രവർത്തന വേഗം വർദ്ധിക്കും. രാസപ്രവർത്തന വേഗം വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ആ രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ട് പ്രകാശം പുറത്തേക്ക് വിടാൻ സാധിക്കും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത്തരം ലൈറ്റ് സ്റ്റിക്കറുകൾക്ക് ഉയർന്ന താപനിലയിൽ തീവ്രതയുള്ള പ്രകാശം പുറത്തേക്ക് വിടാൻ സാധിക്കും. അതായത് ഉയർന്ന താപനിലയിൽ ഈ രാസമിശ്രിതത്തിന് വേഗത്തിൽ രാസപ്രവർത്തനം നടക്കും. മിശ്രിതത്തിന് വേഗത്തിൽ രാസപ്രവർത്തനം നടക്കും ഉയർന്ന താപനിലയിൽ. അപ്പൊ ഈ ഉയർന്ന താപനിലയിൽ അത് ശക്തിയിൽ നല്ല രീതിയിൽ പ്രകാശിക്കും. അതാണ് അവിടെ നടക്കുന്നത്. അപ്പൊ താപനിലയെ ആശ്രയിച്ചിട്ടാണ് ഈ ലൈറ്റ് സ്റ്റിക്കറുകളിലൊക്കെ രാസപ്രവർത്തനത്തിന്റെ വേഗത മാറുന്നത്. ക്ലിയർ ആയോ? ഇനി അടുത്തത് അപ്പൊ താപനിലയും നമ്മൾ പറഞ്ഞു. ഇനി അഞ്ചാമത്തത് ഉൽപ്രേരകങ്ങളുടെ സ്വാധീനം. ഉൽപ്രേരകങ്ങൾ എങ്ങനെയാണ് രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്നത്? ഉൽപ്രേരകങ്ങൾ എന്ന് പറഞ്ഞാൽ കാറ്റലിസ്റ്റ് ആണ്. നോക്കാം. വിഘടന രാസപ്രവർത്തനത്തിന് വിധേയമാകുമ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിന് ഓക്സിജൻ സ്വതന്ത്രമാക്കാൻ കഴിയും. ഈ പ്രവർത്തനത്തിന്റെ രാസസമവാക്യം, അതായത് ഇവിടെ നോക്ക്, ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ലേ? ഹൈഡ്രജൻ പെറോക്സൈഡിന് രാസപ്രവർത്തനം നടക്കും. ഇവിടെ വിഘടന രാസപ്രവർത്തനമാണ് നടക്കുന്നത്. വിഘടന രാസപ്രവർത്തനം നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു സംയുക്തം വിഘടിച്ച് രണ്ട് പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവുക. അതാണ് വിഘടന രാസപ്രവർത്തനം. അപ്പൊ ഇവിടെ ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിച്ചിട്ട് ജലവും ഓക്സിജനും ആയിട്ടാണ് മാറുന്നത്. ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിച്ചിട്ട് ജലവും ഓക്സിജനും ആയിട്ടാണ് മാറുന്നത്. അതിന്റെ സമവാക്യമാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. നോക്കാം. ബോയിലിംഗ് ട്യൂബിൽ കുറച്ച് ഹൈഡ്രജൻ പെറോക്സൈഡ്, ഒരു ബോയിലിംഗ് ട്യൂബിൽ കുറച്ച് ഹൈഡ്രജൻ പെറോക്സൈഡ് ലൈനി എടുക്കാനാണ് പറയുന്നത്. ബോയിലിംഗ് ട്യൂബിനുള്ളിലേക്ക് എരിയുന്ന ഒരു ചന്ദനത്തിരി കാണിക്കുക. ചന്ദനത്തിരി കത്തുന്നതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു ബോയിലിംഗ് ട്യൂബിലേക്ക് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഹൈഡ്രജൻ പെറോക്സൈഡ് എടുക്കാനാ. ഹൈഡ്രജൻ പെറോക്സൈഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. എന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു ചന്ദനത്തിരി അതിലേക്ക് കാണിക്കാനാണ്. അതിനെന്തെങ്കിലും മാറ്റം കത്തുന്നതിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതേ സ്ഥാനത്ത് അടുത്തൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ബോയിലിംഗ് ട്യൂബിനുള്ളിലേക്ക് അല്പം മാംഗനീസ് ഡയോക്സൈഡ് ആണ്, ഓർത്ത് വെക്കണം. മാംഗനീസ് ഡയോക്സൈഡ് ചേർത്തതിന് ശേഷം വീണ്ടും എരിയുന്ന ചന്ദനത്തിരി ടെസ്റ്റ് ട്യൂബിലേക്ക് കാണിക്കാൻ ഇപ്പോൾ എന്താണ് നിരീക്ഷിക്കുന്നത്? രണ്ട് കാര്യം പറഞ്ഞിട്ടുള്ളത്. ആദ്യം ഹൈഡ്രജൻ പെറോക്സൈഡ് വെച്ചിട്ട് ചന്ദനത്തിരി ഇതിലേക്ക് കാണിക്കാൻ പറഞ്ഞു. അത് കത്തുന്നുണ്ട്, കുറച്ചിങ്ങനെ പുകഞ്ഞിങ്ങനെ കത്തുന്നുണ്ട്. അതേ സ്ഥാനത്ത് നമ്മളോട് ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ബോയിലിംഗ് ട്യൂബിലേക്ക് മാംഗനീസ് ഡയോക്സൈഡ് ഇട്ടതിന് ശേഷം ഈ ചന്ദനത്തിരി കാണിക്കാനാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ കാണിക്കുന്ന സമയത്ത് ചന്ദനത്തിരിന്റെ ആ കത്തുന്ന ജ്വലന വേഗമില്ലേ, ജ്വലിക്കുന്നതിന്റെ വേഗത വർദ്ധിക്കുന്നുണ്ട്. ജ്വലന വേഗം വർദ്ധിക്കുന്നുണ്ട്. ഈ MnO2 ഇടുന്ന സമയത്ത് മറ്റേത് പുകഞ്ഞു കത്തുന്നുണ്ട്,
എന്നാ ഭയങ്കര ജ്വലിച്ചു കത്തുന്നൊന്നുമില്ല. ഇത് ഇടുന്ന സമയത്ത് ജ്വലന വേഗം എന്താണ്, വർദ്ധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് എന്നുള്ളത്. ചന്ദനത്തിരിയുടെ ജ്വലന വേഗം വർദ്ധിച്ചതായി കാണുന്നില്ലേ മാംഗനീസ് ഡയോക്സൈഡ് ഇട്ടപ്പോ? ഇതിന് കാരണം ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ വിഘടന വേഗം വർദ്ധിക്കുന്നതാണ്. വർദ്ധിച്ച് കൂടുതൽ ഓക്സിജൻ പുറത്തേക്ക് വരുന്നു. ഓക്സിജൻ കൂടുതൽ വരുന്നു. കത്താൻ സഹായിക്കുന്ന വാതകമല്ലേ ഓക്സിജൻ? ഓക്സിജൻ. അപ്പൊ ഇവിടെ നോക്ക്, ആലോചിച്ച് നോക്ക്. കൂടുതൽ ഓക്സിജൻ വരുമ്പല്ലേ കൂടുതൽ ജ്വലിക്കുക, ജ്വലന വേഗം വർദ്ധിക്കുക. കൂടുതൽ ഓക്സിജൻ വരിക എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ നടന്ന രാസപ്രവർത്തനത്തിന്റെ വേഗത വർദ്ധിക്കുക എന്നല്ലേ അർത്ഥം. അപ്പൊ മാംഗനീസ് ഡയോക്സൈഡ് ഇട്ടപ്പല്ലേ നമ്മളെ രാസപ്രവർത്തനത്തിന്റെ വേഗത വർദ്ധിച്ചത്. ആദ്യത്തെ കേസിൽ അത്ര വേഗത ഇല്ലല്ലോ. മാംഗനീസ് ഡയോക്സൈഡ് ഇട്ടപ്പോഴാണ് രാസപ്രവർത്തനത്തിന്റെ വേഗത വർദ്ധിച്ചത്. നോക്കാം. ഇവിടെ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ വിഘടന വേഗം വർദ്ധിപ്പിച്ചത് മാംഗനീസ് ഡയോക്സൈഡ് ആണ്. പ്രവർത്തനം പൂർത്തിയായ ശേഷം ലായനിയെ ഒരു ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് അരിച്ചെടുക്കുക. നമ്മളോടൊപ്പം പറഞ്ഞിട്ടുള്ള ഈ പ്രവർത്തനം പൂർത്തിയായതിനു ശേഷം നമ്മളോട് പറഞ്ഞിട്ടുള്ള ഈ ലായനിയെ അരിച്ചെടുക്കാൻ വേണ്ടി പറയാണ്. അപ്പൊ ഫിൽട്ടർ പേപ്പറിൽ അവശേഷിക്കുന്ന പദാർത്ഥം എന്താണ് നമ്മൾ അത് അരിച്ചെടുക്കാൻ പറയാണ്. എന്നിട്ട് അതിൽ അവശേഷിക്കുന്ന പദാർത്ഥം എന്താണെന്ന് നോക്കാനാണ്. ആ പദാർത്ഥം ഒന്നുമല്ല, അത് മാംഗനീസ് ഡയോക്സൈഡ് തന്നെയാണ്. സൂക്ഷ്മമായി പരിശോധിച്ചാൽ അതിന്റെ അളവിലും ഗുണത്തിലും മാറ്റം ഉണ്ടായിട്ടില്ല. എന്താന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മളെ ഒരു ബോയിലിംഗ് ട്യൂബിൽ എടുത്തു, ചന്ദനത്തിരി കത്തിച്ചു. അതേ ബോയിലിംഗ് ട്യൂബിൽ കുറച്ച് മാംഗനീസ് ഡയോക്സൈഡ് ഇട്ടു, ചന്ദനത്തിരി കത്തിച്ചു. അപ്പൊ ജ്വലന വേഗം കൂടി. കാരണം മാംഗനീസ് ഡയോക്സൈഡ് ഇട്ട സമയത്ത് അവിടെ എന്താണ്, രാസപ്രവർത്തന വേഗം വർദ്ധിച്ചു, കൂടുതൽ ഓക്സിജൻ പുറത്തേക്ക് വന്നു. അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ആ റിയാക്ഷൻ ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ എന്താണ്, ഈ മാംഗനീസ് ഡയോക്സൈഡിനെ ഫിൽട്ടർ ചെയ്ത് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, ഫിൽട്ടർ പേപ്പർ വെച്ചിട്ട്. നമ്മൾ അരിച്ച സാധനം എടുത്തു നോക്കുന്ന സമയത്ത് അവിടെ എന്ന് പറയുന്നത് മാംഗനീസ് ഡയോക്സൈഡ് ആണ്. നല്ലോണം നോക്കുമ്പോൾ നമ്മൾ ഇപ്പൊ മാംഗനീസ് ഡയോക്സൈഡ് എത്രയാണോ അത്ര തന്നെ അളവില് മാംഗനീസ് ഡയോക്സൈഡ് ആണ് ഉണ്ടാവുന്നത്. അത് കൂടാതെ എന്താണ്, അതിന്റെ ഗുണത്തിലോ നിറത്തിലോ ഒന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. എങ്ങനെയാണോ നമ്മൾ ഇട്ടത് അതേ രീതിയിൽ തന്നെ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പൊ നോക്കാം. സ്ഥിരമായ രാസമാറ്റത്തിന് സ്വയം വിധേയമാകാതെ പ്രവർത്തന വേഗം വർദ്ധിപ്പിക്കുന്ന പദാർത്ഥങ്ങളെ ഉൽപ്രേരകങ്ങൾ എന്ന് പറയാം. ഇതാണ് ഉൽപ്രേരകം. എന്താണ്, ഒരു സ്ഥിരമായിട്ടുള്ള മാറ്റം അതിന് സംഭവിക്കൂല. എന്നാ എന്താ, അത് പ്രവർത്തന വേഗം വർദ്ധിപ്പിക്കും. ഒരു റിയാക്ഷനിൽ അല്ലെ ഒരു രാസപ്രവർത്തനത്തിൽ അതിനിട്ട് കഴിഞ്ഞാൽ അത് പ്രവർത്തന വേഗം വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിന് സ്വതന്ത്രമായ അതിന് സ്ഥിരമായിട്ട് എന്താണ്, ഒരു മാറ്റം ഉണ്ടാവുന്നില്ല. അത് ആ റിയാക്ഷൻ നടക്കാൻ എന്തെങ്കിലും മാറ്റം വരുത്തും. പക്ഷെ റിയാക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ രാസപ്രവർത്തനം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് അതേപടി തിരിച്ചെടുക്കാൻ സാധിക്കും. അതാണ് സ്ഥിരമായ ഒരു രാസമാറ്റം സംഭവിക്കാതെ നമുക്ക് എന്താണ്, സ്വയം ഒരു രാസമാറ്റത്തിന് വിധേയമാവാതെ രാസപ്രവർത്തന വേഗം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ ഉൾപ്രേരകങ്ങൾ എന്ന് പറയുന്നത് അഥവാ കാറ്റലിസ്റ്റ് എന്നാണ് നമ്മൾ പറയാറ്. അപ്പൊ ഈ കാറ്റലിസ്റ്റിൽ ഇവിടെ പറയുന്നത് പ്രവർത്തന വേഗം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നു, എന്നാൽ പ്രവർത്തന വേഗം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റുകളും ഉണ്ട്. അതൊന്നും ആവശ്യമില്ല, നിങ്ങൾ അറിഞ്ഞിരിക്കുക. പ്രവർത്തന വേഗം വർദ്ധിപ്പിക്കുന്നതും ഉണ്ട്, പ്രവർത്തന വേഗം കുറയ്ക്കുന്ന കാറ്റലിസ്റ്റുകൾ, ഉൾപ്രേരകങ്ങൾ ഉണ്ട്. മനസ്സിലായോ? അഞ്ചാമത്തെ ഘടകവും നമ്മൾ പറഞ്ഞു. രാസപ്രവർത്തന വേഗത്തെ ആശ്രയിക്കുന്ന അഞ്ചാമത്തെ ഘടകവും പറഞ്ഞു. ഇനി ഉൾപ്രേരകങ്ങളെ
പറയുന്നതിന് മുന്നേ നമുക്ക് ഉൽപ്രേരകങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ. ഇനി ഇവിടെ താഴെ കുറച്ച് റിയാക്ഷൻസ് തന്നിട്ടുണ്ട്, രാസപ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട്. അവിടെ ഏതൊക്കെയാണ് ഉൽപ്രേരകങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് നോക്കേണ്ടത്. ആദ്യത്തേതാണ് ഹേബർ പ്രക്രിയ. ഹേബർ പ്രക്രിയ എന്ന് പറഞ്ഞാൽ നൈട്രജനും ഹൈഡ്രജനും കൂടിച്ചേർന്നിട്ട് അമോണിയ ഉണ്ടാവുന്ന പ്രക്രിയയാണ് ഹേബർ പ്രക്രിയ. നമുക്ക് ഹേബർ പ്രക്രിയയില് ഹൈഡ്രജൻ കൂടിച്ചേർന്ന അമോണിയ ഉണ്ടായി. ഇവിടെ ഉൽപ്രേരകം എന്ന് പറയുന്നത് അയേൺ ആണ്. ഉൽപ്രേരകം അയേൺ ആണ്. രണ്ടാമത്തെ സമ്പർക്ക പ്രക്രിയ കോണ്ടാക്ട് പ്രോസസ് വഴിയുള്ള സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണമാണ് കോണ്ടാക്ട് പ്രോസസ്. അതിലുള്ള ഒരു സ്റ്റെപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്ക് 2SO2 + O2 gives 2SO3. ഇവിടെ ഏതാണ് വനേഡിയം പെന്റോക്സൈഡ് ആണ് എന്ത് ഉൽപ്രേരകം. എക്സാമ്പിൾ ചോദിക്കും, ഉൽപ്രേരകത്തിന് എക്സാമ്പിൾ ചോദിക്കാം. അപ്പൊ മാംഗനീസ് ഡയോക്സൈഡ് ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ദ്വിവിഘടന രാസപ്രവർത്തനം ഒരു എക്സാമ്പിൾ. രണ്ടാമത്തെ എക്സാമ്പിൾ അയേൺ, അതായത് ഹേബർ പ്രക്രിയയിൽ അയേൺ ആണെന്ത് ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ എക്സാമ്പിൾ സമ്പർക്ക പ്രക്രിയയിൽ വനേഡിയം പെന്റോക്സൈഡ് V2O5 ആണ് ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ രാസപ്രവർത്തന വേഗത വർദ്ധിക്കുന്നുണ്ട്. എന്നാൽ അത് അവസാനം അതിനൊരു മാറ്റവും സംഭവിക്കുന്നില്ല, അതിന് സ്ഥിരമായ ഒരു മാറ്റം സംഭവിക്കുന്നില്ല. നോക്കാം. രാസപ്രവർത്തന വേഗത്തിൽ ഏർപ്പെടുന്ന അഭികാരങ്ങളുടെ സ്വഭാവം, ഗാഢത, പ്രതല പരപ്പളവ് എന്നിവയ്ക്ക് പുറമെ താപനിലയും ഉൽപ്രേരകങ്ങളും സ്വാധീനവും രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്നു. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്നത് അഭികാരങ്ങളുടെ സ്വഭാവം, അഭികാരങ്ങളുടെ ഗാഢത, മൂന്നാമത്തേത് പറഞ്ഞു പ്രതല പരപ്പളവ്, 4 താപനില, 5 ഉൽപ്രേരകങ്ങൾ. ഇതൊക്കെയാണ് രാസപ്രവർത്തന വേഗത്തെ ആശ്രയിക്കുന്നത് അല്ലെ സ്വാധീനിക്കുന്നത്. നോക്കാം. ഉൽപ്രേരകങ്ങൾ പ്രകൃതിയിൽ, ഈ ഉൽപ്രേരകങ്ങൾ എന്ന് പറയുന്നതിലെ കെമിക്കൽ ആയിട്ട് മാത്രമല്ല നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്ന കുറെ ഉൽപ്രേരകങ്ങൾ ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ജീവനുള്ള ഓരോ കോശത്തിലും ആയിരക്കണക്കിന് രാസപ്രവർത്തനങ്ങൾ സാധാരണ താപനിലയിലും മർദ്ദത്തിലും സംഭവിക്കുന്നു. ഒരു സാധാരണ താപനിലയിലോ അല്ലെങ്കിൽ മർദ്ദത്തിലും കുറെ രാസപ്രവർത്തനങ്ങൾ നമ്മള് ശരീരത്തിൽ നടക്കുന്നില്ലേ? കുറെ നടക്കുന്നുണ്ട്. ഈ രാസപ്രവർത്തന വേഗത്തെ എൻസൈമുകൾ കേട്ടിട്ടുണ്ടാവല്ലോ. എൻസൈമുകൾ എന്നറിയപ്പെടുന്ന പ്രോട്ടീൻ തന്മാത്രകൾ ത്വരിതപ്പെടുത്തുന്നതിനാൽ അവ ഉൽപ്രേരകങ്ങളാണ്. ഉൽപ്രേരകങ്ങൾക്ക് ഉദാഹരണമാണ് എന്ത്? എൻസൈമുകൾ. ഉദാഹരണമായി ഉമിനീരിൽ കാണപ്പെടുന്ന അമൈലേസ് നമ്മൾ പറയല്ലേ, സലേവറി അമൈലേസ് എന്നൊക്കെ പറയാറുണ്ട്. അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. അന്നജത്തെ സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്നതാണ് എന്ത്? അമൈലേസ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ കുറേയേറെ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിലൊക്കെ കുറെ ഉൽപ്രേരകങ്ങൾ ഉണ്ട്, കാറ്റലിസ്റ്റുകൾ ഉണ്ട്. നമ്മുടെ നാച്ചുറായിട്ട്, അതായത് പ്രകൃതിയിലും കുറെ കാറ്റലിസ്റ്റുകൾ ഉണ്ട്. ഇവിടെ പറഞ്ഞ എൻസൈമുകൾ ഉൽപ്രേരകങ്ങളായിട്ട് കാണപ്പെടുന്നുണ്ട്, ഉൽപ്രേരകങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കുറെ എൻസൈമുകൾ ഉണ്ട്. അമൈലേസ് പറഞ്ഞു, പിന്നെ പെപ്റ്റേസ്, അങ്ങനെ പല തരത്തിലുള്ള എൻസൈം, ലിഗേസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ടൈപ്പിലുള്ള എൻസൈമുകള്, അതൊക്കെ ഉൽപ്രേരകങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതിനും കുറച്ച് എക്സാമ്പിൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മള് ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. ചാപ്റ്റർ മൊത്തത്തിൽ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇമ്പോർട്ടന്റ് മാത്രമാണ് പറയുന്നത്. വ്യത്യസ്ത തരം രാസപ്രവർത്തനം ഏതൊക്കെയാ? സംയോജന രാസപ്രവർത്തനം, വിഘടന രാസപ്രവർത്തനം, ദ്വിവിഘടന രാസപ്രവർത്തനം, ആദേശ രാസപ്രവർത്തനം. ഈ 4ന്റെയും ഡെഫിനിഷൻ, അതിന്റെ ജനറൽ ഫോർമുല ആൻഡ് രണ്ട് വീതം എക്സാമ്പിൾ. ജനറൽ ഫോർമുല എന്ന് പറയുന്നത് എന്താണെന്നറിയോ? A+B അങ്ങനെ തന്നിട്ടില്ലേ മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന്? അത്രയും കാര്യങ്ങള് രണ്ട് വീതം എക്സാമ്പിൾ. ഓക്കെ, സവിശേഷത ചോദിച്ചാലും ആ കാര്യങ്ങൾ എഴുതിയാൽ മതി.
മനസ്സിലായോ? അതിനുശേഷം രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ പറഞ്ഞ രാസപ്രവർത്തന വേഗത. രാസപ്രവർത്തന വേഗത പറഞ്ഞു. രാസപ്രവർത്തന വേഗം എന്ന് പറഞ്ഞ ഒരു രാസപ്രവർത്തനം നടക്കുന്നതിന്റെ സമയമാണ് രാസപ്രവർത്തന വേഗത എന്ന് പറയുന്നത്. ഈ രാസപ്രവർത്തന വേഗത്തെ ആശ്രയിക്കുന്ന 5 ഘടകങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? അഭികാരങ്ങളുടെ സ്വഭാവം. രണ്ടെന്താണ്? അഭികാരങ്ങളുടെ ഗാഢത. മൂന്നാമത്തത് എന്താണ്? പ്രതല പരപ്പളവ്. നാലാമത്തത് എന്താണ്? താപനില. 5 ഉൽപ്രേരകങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് 5 വെച്ചിട്ട് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരും. എക്സാമ്പിൾ ചോദിക്കാം. എന്തൊക്കെയാണ് അതിന്റെ ഡെഫിനിഷൻ, ഏത് രീതിയിലാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നുള്ളത്. അഭികാരങ്ങളുടെ സ്വഭാവം, അതായത് അഭികാരങ്ങളുടെ സ്വഭാവം അനുസരിച്ച് രാസപ്രവർത്തന വേഗത വർദ്ധിക്കാം അല്ലെങ്കിൽ കുറയാം. അത് അതിന്റെ സ്വഭാവത്തിനെ ആശ്രയിച്ച് മാറുന്നുണ്ട്. 2 അഭികാരങ്ങളുടെ ഗാഢത വർദ്ധിക്കുന്നതിനനുസരിച്ച് രാസപ്രവർത്തന വേഗത വർദ്ധിക്കും. 3 പ്രതല പരപ്പളവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് രാസപ്രവർത്തന വേഗത വർദ്ധിക്കും. 4 താപനില വർദ്ധിക്കുന്നതിനനുസരിച്ച് രാസപ്രവർത്തന വേഗത വർദ്ധിക്കുന്നുണ്ട്. ഉൽപ്രേരകങ്ങൾ എന്ന് പറയുന്നത് അതിന് സ്വയം ഒരു മാറ്റം വരൂല, സ്ഥിരമായ ഒരു മാറ്റം വരുന്നില്ല. എന്നാൽ നമ്മളെ രാസപ്രവർത്തന വേഗത വർദ്ധിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഉൽപ്രേരകങ്ങൾ. ഇത്രയും കാര്യമാണ് നമ്മളെ രാസപ്രവർത്തന വേഗതയെ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ പറയാനുള്ളത്. പിന്നെ നമ്മളോട് പറഞ്ഞ പ്രകൃതിയിലുള്ള ഒരു ഉൽപ്രേരകങ്ങൾക്ക് ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നതാണ് അമൈലേസ്. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. ഇമ്പോർട്ടന്റ് ഭാഗമാണ്. നല്ല മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ ഇത് വലിയ ക്ലാസ്സിൽ കുറെ പഠിക്കാനും ഉണ്ട്. അപ്പൊ അത് നല്ല വൃത്തിക്ക് പഠിക്കണം. വിത്ത് എക്സാമ്പിൾ ഓരോന്നും പഠിക്കുക. അതുപോലെ തന്നെ എല്ലാം കൂടുകയാണോ കുറയാണോ, അതായത് രാസപ്രവർത്തന വേഗത വർദ്ധിക്കാനുള്ള ഘടകങ്ങൾ എങ്ങനെയാ, ഗാഢത കൂടുമ്പോൾ രാസപ്രവർത്തന വേഗത വർദ്ധിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നോക്കിയിട്ട് പഠിക്കുക. അപ്പൊ ഇത്രയും എടുത്ത കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ 5ാമത്തെ പാഠം രാസഗതികം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. താങ്ക് യു.